ഇറാനിൽ ഏത് നിമിഷവും അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നാണ് ലോകരാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം അമേരിക്ക ഇറാനെ ലക്ഷ്യമാക്കി അയച്ച കപ്പൽ സൈനിക വ്യൂഹം ഇറാനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഗൾഫ് മേഖലയിൽ പ്രവേശിച്ച അർമാഡ സൈനിക വ്യൂഹം ഇറാനെ ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുകയാണ്. അത് വൈകാതെ ഇറാൻ പ്രവിശ്യയിലേക്ക് പ്രവേശിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ആജ്ഞയ്ക്കപ്പുറം കപ്പൽ സേനാ വ്യൂഹം ഇറാന് നേർക്ക് തീതുപ്പുമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക പോലീസ് കളിക്കുന്ന ട്രംപും അമേരിക്കയും വെനസ്വേലയോട് ചെയ്തതുപോലെ ഒരു അധിനിവേശത്തിനാണ് ഇറാനിലും ഒരുങ്ങുന്നത്. അതേസമയം ഇറാന് നേർക്ക് വരുന്നത് സൂക്ഷിച്ചു വേണമെന്നും തുടച്ചു നീക്കപ്പെടുന്ന തരത്തിലുള്ള തിരിച്ചടി നേരിടാൻ തയ്യാറാകണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയെ ആകെ ആശങ്കയിലാക്കുന്ന നീക്കത്തിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാടുമായാണ് UAE രംഗത്തെത്തിയിട്ടുള്ളത്. ഇറാൻ മേഖലയിലേക്ക് 1 ഡസനോളം യുദ്ധവിമാനങ്ങൾ അമേരിക്ക അയച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇറാനെ ആക്രമിക്കാൻ എയർസ്പേസ് അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് UAE സ്വീകരിച്ചു. ഇറാനെ ആക്രമിക്കാനുള്ള US നീക്കത്തിന് ഒരു സഹായവും UAE നൽകില്ല എന്നും UAEയുടെ വ്യോമപാതയോ സമുദ്രാതിർത്തിയോ കരമേഖലയോ അനുവദിക്കില്ല എന്നും UAE നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. UAEയുടെ കടുത്ത നിലപാട് മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് ഇട നൽകുന്നതാണ്. UAEയുടെ വിലക്ക് മറികടന്ന് UAEയുടെ കര വ്യോമ നാവിക അതിർത്തിയിലേക്ക് US-ന്റെ അർമാഡ സൈനിക വ്യൂഹം കടന്നാൽ UAE എന്ത് പ്രതിരോധമാണ് സ്വീകരിക്കുക എന്നത് കണ്ടറിയണം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും നയതന്ത്ര പരിഹാരവുമാണ് UAE മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ഇറാനെ ആക്രമിക്കാൻ ഒരു സഹായവും US-ന് നൽകില്ല എന്ന് UAE പ്രഖ്യാപിച്ച സ്ഥിതിക്ക് യുദ്ധം ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ UAE ഇറാന് പിന്തുണ കൊടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഒരുപക്ഷെ ഏത് നിമിഷവും ഇറാനുമേൽ ഒരു ആക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വിമാനവാഹിനി കപ്പലും 3 മിസൈൽ ഡിസ്ട്രോയറുകളുമുള്ള അർമാഡ സൈനിക വ്യൂഹം പേർഷ്യൻ ഗൾഫിലേക്ക് അയച്ചത് തന്നെ പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധഭീതിയിലാക്കിയിട്ടുണ്ട്. ഇത് ഇറാനിൽ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണോ അതോ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണും ടോമോഹോക്ക് മിസൈലുകൾ വഹിക്കുന്ന 3 ഡിസ്ട്രോയറുകളുമാണ് അർമാഡ സൈനിക വ്യൂഹത്തിലുള്ളത്. USS സ്പ്യൂറൻസ്, USS ഫ്രാങ്ക് പീറ്റേഴ്സൺ ജൂനിയർ, USS മിഷേൽ മർഫി എന്നീ 3 മിസൈൽ വാഹിനി കപ്പലുകളും ഏത് നിമിഷവും തൊടുത്തുവിടാൻ സന്നദ്ധമായ ടോമഹോക്ക് മിസൈലുകളാൽ സമ്പന്നമാണ്. മലാക്ക കടലിടുക്കിൽ നിന്ന് സഞ്ചാരം ആരംഭിച്ച കപ്പൽ വ്യൂഹം ആൻഡമാൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും കടന്ന് ഇറാൻ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. ഒപ്പം 1 ഡസനോളം F-15E യുദ്ധവിമാനങ്ങളെയും അമേരിക്ക മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇറാനും എന്തുതരം ഭീഷണിക്ക് മുന്നിലും പ്രതിരോധം തകരില്ല എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഏത് മോശം സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് എന്നും ഇറാൻ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. തകർന്നു കിടക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ പ്രതീകാത്മക ചിത്രം സഹിതം കൂറ്റൻ മ്യൂറൽ ബോർഡ് പ്രദർശിപ്പിച്ച് പ്രതീകാത്മക സന്ദേശം ഇറാൻ US-ന് നൽകിയിരുന്നു. അർമാഡയല്ല, ഏത് സൈനിക വ്യൂഹമാണ് എങ്കിലും ഇറാനു നേരെ വന്നാൽ ഇതായിരിക്കും അനന്തരഫലം എന്ന് പറയാതെ പറയുകയാണ് ഇറാൻ മ്യൂറൽ ബോർഡ് പ്രദർശനത്തിലൂടെ ചെയ്തത്. മധ്യ ടെഹ്റാനിലെ ഇൻഗലാബ് ചത്തുരത്തിലാണ് മ്യൂറൽ ബോർഡ് ഉയർത്തിയിരുന്നത്. USS എബ്രഹാം ലിങ്കണിന്റെ മേൽ തകർന്നു കിടക്കുന്ന യുദ്ധവിമാനങ്ങളും ചോരപ്പാടുകളുമായിരുന്നു പ്രതീകാത്മക ചിത്രത്തിൽ. സമുദ്രത്തിലാകെ രക്തം ചാലുകളായി ഒഴുകുന്നതും ചിത്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾ കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുമെന്ന മുന്നറിയിപ്പും ചിത്രങ്ങൾക്കൊപ്പം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. സംഘർഷ സാധ്യത അതിരൂക്ഷമാകുമ്പോഴും ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയി ഇപ്പോഴും സുരക്ഷിത കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുകയാണ്. അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഖമനേയിയെ പ്രത്യേക സുരക്ഷയുള്ള അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മകൻ മസൂദ് ഖമനേയിയാണ് ഓഫീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമേരിക്കയുടെ അധിനിവേശത്തിൽ ഇറാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആശങ്കയിലാണ്. ആക്രമണത്തിൽ ഇടപെടണോ എന്ന കാര്യത്തിൽ ഹിസ്ബുള്ളയുടെ തീരുമാനം പിന്നീട് ഉണ്ടാകുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് നെയിം ഖാസിം പറഞ്ഞത്. അതിനിടെ US ഇറാൻ ഏറ്റുമുട്ടൽ ഉണ്ടായേക്കുമെന്ന ഭീതി മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. പ്രമുഖ അന്താരാഷ്ട്ര എയർലൈനുകളെല്ലാം മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. എയർ ഫ്രാൻസ്, ഡച്ച് വിമാന കമ്പനിയായ KLM,
ലുഫ്താൻഡ എന്നിവയെല്ലാം താൽക്കാലികമായി മിഡിൽ ഈസ്റ്റ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമായതോടെ ദുബായ്, റിയാദ്, ടെൽ അവീവ്, ദമാം തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങളെ ഈ തീരുമാനം നേരിട്ട് ബാധിക്കുകയും ചെയ്തു. ഇറാനിൽ നടന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ രീതിയാണ് ഇറാനെതിരെ സൈനിക നടപടിക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനെ ലക്ഷ്യമാക്കി വലിയ ഒരു കപ്പൽ പട തന്നെ ഞങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരുപക്ഷെ അത് ഉപയോഗിച്ചെന്ന് വരില്ല എന്നും നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ചയോടെ അർമാഡ സൈനിക വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങിയത്. പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തുകയോ പ്രതിഷേധം ബലമായി അടിച്ചമർത്തുകയോ ചെയ്താൽ ഇറാൻ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ലോക പോലീസ് കളിയെ ഇറാൻ നിശിതമായി വിമർശിച്ചിട്ടുമുണ്ട്. ഇറാനെതിരെ സംഘർഷമുണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞ അമേരിക്ക പിന്നീട് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇറാനെതിരെ സൈനിക നടപടിയുണ്ടായാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമൊന്നുമില്ല. ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷം ജൂണിലെ അനുഭവം അമേരിക്കയ്ക്ക് മുന്നിൽ ഉദാഹരണവുമായുണ്ട്. അന്ന് ഇസ്രായേലിനൊപ്പം ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ തിരിച്ച് ഖത്തറിലുള്ള അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമതാവളം ആക്രമിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. ഇസ്രായേലിൽ ബാലിസ്റ്റിക് മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചു. അതുകൊണ്ട് തന്നെ മുൻ അനുഭവം ഓർമ്മിപ്പിച്ച് തിടുക്കപ്പെട്ട ഒരു നടപടി വേണ്ടെന്ന് ഇസ്രായേലും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകുകൂടി ചെയ്തപ്പോൾ US പിന്നാക്കം വലിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അമേരിക്ക അർമാഡ വ്യൂഹത്തെ ഇറാനിലേക്ക് അയക്കുന്നത്. സംഘർഷം ആരംഭിച്ചാൽ ഇറാൻ ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നത് വ്യക്തമല്ല. പഴയ ഇറാൻ അല്ല ഇന്നത്തെ ഇറാൻ എന്ന് മാത്രം. അമേരിക്കൻ ആക്രമണത്തെ എത്ര കണ്ട് ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കും എന്നും ഉറപ്പില്ല. എങ്കിലും ഇറാനിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്.